ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. നിങ്ങളിത് കേട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ചിന്ത. കാരണം ഓരോ മെസ്സേജിലും പുതിയ പുതിയ കാര്യങ്ങളാണ് ദൈവം നമുക്ക് തരുന്നത്. ഞാനും നിങ്ങളോടൊപ്പം ഈ തിരുവചനം ഞാനും സ്വീകരിക്കുകയാണ്, ഞാനും ആസ്വദിക്കുകയാണ്, ഞാനും സന്തോഷിക്കുകയാണ്, ഞാനും ആത്മാവിൽ ബലപ്പെടുകയാണ്. ഞാൻ ഈ പറയുന്നതായ വചനം മൂലം എനിക്കും കർത്താവ് ചൈതന്യം തരികയാണ്, എന്നെയും കർത്താവ് ബലപ്പെടുത്തുകയാണ്. അതേ പ്രിയരെ, അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. വചനം പറയുന്നയാളെയും കേൾക്കുന്നവരെയും ഒപ്പം ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. 2 വായ്ത്തലയുണ്ട്. എന്തിനാണത്? ഒന്ന് പറയുന്നയാളെയും വെട്ടണം, കേൾക്കുന്നവരെയും വെട്ടണം. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. നാം വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മൂർച്ചയുള്ള ആയുധങ്ങൾ, കത്തിയോ വാക്കത്തിയോ അരിവാളോ മറ്റെന്തുമായിക്കൊള്ളട്ടെ, അതിന് ഒരു ഭാഗത്തേ അതിന് മൂർച്ചയുള്ളൂ, വായ്ത്തല ഇല്ലേ? അത് നാം മുറിക്കാനെല്ലാം ഉപയോഗിക്കും. പക്ഷെ ഉപയോഗിക്കുന്നത് നമ്മുടെ മേലെ തൊടുകയില്ല. ആ ഭാഗം ഉപയോഗിക്കുന്ന നമ്മുടെ നേരെ ഇരിക്കുന്ന ഭാഗം അത് റഫായിരിക്കും, ഷാർപ്പായിരിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ഉപയോഗിക്കുന്ന ആൾക്കും വെട്ടുകിട്ടും, അത് കേൾക്കുന്നവർക്കും വെട്ടുകിട്ടും. ഉപയോഗിക്കുന്നയാൾക്കും പാപബോധം കിട്ടും, കേൾക്കുന്നവർക്കും പാപബോധം കിട്ടും. ഇത് ഈ വചനം പറയുന്നയാൾക്കും ചൈതന്യം കിട്ടും, കേൾക്കുന്നയാൾക്കും ചൈതന്യം കിട്ടും. ഹല്ലേലൂയ. ഈ വചനം പറയുന്നയാളുടെയും അന്തരിന്ദ്രിയത്തെ ശോധന ചെയ്യും, കേൾക്കുന്നവരുടെ അന്തരിന്ദ്രിയത്തെ ശോധന ചെയ്യും. ഞാനത് പലപ്പോഴും അനുഭവിക്കാറുണ്ട്. പലപ്പോഴും എൻ്റെ കർത്താവിനോട് ഉള്ളിൽ സംസാരിക്കാറുണ്ട്. കർത്താവേ, കർത്താവേ, ഈ കാര്യത്തിൽ എനിക്ക് തിരുത്താനുണ്ട്, ഈ കാര്യത്തിൽ കർത്താവേ എനിക്ക് കൂടുതൽ സമർപ്പിക്കാനുണ്ട്, ഈ കാര്യത്തിൽ എനിക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ എളിമയോടെ കർത്താവിനോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ കർത്താവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. അങ്ങനെയൊക്കെ സാധിക്കും. അതേ, നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ല ടീച്ചേഴ്സ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാം ജോലിയിലായിരിക്കുമ്പോഴെല്ലാം നമ്മുടെ ജീവിത സാഹചര്യം എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം ദൈവത്തോട് പകരാം. ആട്ടെ പ്രിയരെ, നമുക്ക് അസാധ്യമായ ഒരു കാര്യം ദൈവം എങ്ങനെയാണ് സാധിപ്പിച്ചെടുത്തതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതും ഒരു സ്ത്രീയിലൂടെ, ഒരു പ്രിയ സഹോദരിയിലൂടെ ദൈവം വൻ കാര്യങ്ങൾ നേടിയെടുത്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ദൈവത്തിന് ഓരോന്നും തൻ്റെ മക്കളാണ്, ഓരോ ആത്മാക്കളാണ് ഇല്ലേ? അവിടെ ഭാര്യയെന്നോ ഭർത്താവെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ വൃദ്ധനെന്നോ വ്യത്യാസമില്ല. ആര് തനിക്ക് വേണ്ടി തൻ്റെ ജീവിതം പറഞ്ഞിരിക്കുമോ ദൈവം അവരിലൂടെ സംസാരിക്കും. നമുക്കറിയാം, വൃദ്ധനായ ഏലി പുരോഹിതൻ അവിടെ ദേവാലയത്തിൽ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ വെറും ബാലകനായിരുന്ന ശമൂവേലിനോടാണ് ദൈവം സംസാരിച്ചത്. അത് ദൈവത്തിൻ്റെ വഴിയാണ്. ഇസ്രായേലിൽ ഒരുപാട് പുരുഷന്മാരുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്ത്രീയോട് ദൈവം സംസാരിക്കുകയും
ആ ഒരു സ്ത്രീയെ ദൈവം ബലപ്പെടുത്തുകയും ആ സ്ത്രീക്ക് ദൈവം അരുളപ്പാട് കൊടുക്കുകയും ആ പ്രിയപ്പെട്ട വനിതാ രത്നത്തെ കൊണ്ട് ദൈവം മഹാ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി തരും. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരിമാരെ, നിങ്ങൾക്കും ഉണ്ട് ഒരു ദൈവവേല, നിങ്ങൾക്കുമുണ്ട് ഒരു ശുശ്രൂഷ. നിങ്ങൾ മാറി നിൽക്കരുത്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാനും പാത്രം കഴുകുവാനും അവിടെ ചർച്ച വൃത്തിയാക്കാനും മുറ്റമടിക്കുവാനും വേണ്ടി നിയോഗിക്കപ്പെട്ടവർ മാത്രമല്ല. അത് ചെയ്തുകൊള്ളൂ, ചെയ്യാം. അത് പുരുഷന്മാർക്കും ചെയ്യാം. ഞാൻ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കുടിയൊരുവിൽ ഞാൻ എല്ലാം ചെയ്യാറുണ്ട്, എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ടോയ്ലറ്റ് കഴുകും, ചിലപ്പോൾ ചർച്ചിൽ വാക്വം ക്ലീൻ ചെയ്യും, ചിലപ്പോൾ തുടയ്ക്കും, ചിലപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ വേഗം പോയി കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരും, ചിലപ്പോൾ ദൈവമക്കൾക്ക് കഞ്ഞി ഉണ്ടാക്കാൻ ഞാൻ കൂടും, ചിലപ്പോൾ വിളമ്പിക്കൊടുക്കും. ഞാൻ പറഞ്ഞത് അതിലെല്ലാം ഒരു ആനന്ദം കണ്ടെത്തുന്നു. സ്തോത്രം. വചനം ശുശ്രൂഷിക്കും, ദൈവവചനം പറയും. പക്ഷേ ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം അവന് ഏതൊരു ശുശ്രൂഷയും ദൈവീയ ശുശ്രൂഷയാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നതേ ചെയ്യുമെന്ന് നിങ്ങളാരും ശഠിക്കരുത്. ദൈവത്തിനൊരു കാര്യം ചെയ്യേണ്ട ആവശ്യം വന്നാൽ അവിടെ ഇറങ്ങി പുറപ്പെട്ടോളണം. കർത്താവിന് സ്തോത്രം. ചിലപ്പോൾ വാഹനം ഓടിച്ച് ചിലരെ ഡ്രോപ്പ് ചെയ്യാനായിരിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗത്തിൽ VBS ഉണ്ടായിരുന്നു. 100 ചില്ലുവാനും പിള്ളേർ ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നു. അവരെ പലയിടത്തും ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും ഞാൻ പോയി, കൂടെ അനേക സഹോദരങ്ങളും പോയി. തീർച്ചയായും ചെയ്യണം. എൻ്റെ ചിന്ത അങ്ങനെയാണ്. ഒന്നിൽ നിന്നും മാറി നിൽക്കരുത്. ഞാൻ ഇതേ ചെയ്യുള്ളൂ, എന്നെ ഇതാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ വേറെ ഒരു കാര്യത്തിനും ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നാൽ മോനെ നിനക്കാ നഷ്ടം. എത്രത്തോളം ദൈവവേലയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും നമ്മുടെ സ്വാധീനവും നമ്മുടെ സമയവും എല്ലാം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതിൻ്റെ തലമുറകളെ അനുഗ്രഹിക്കും. ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോടിത് പറയുന്നത്. കർത്താവിന് സ്തോത്രം. എന്ത് ചെയ്യാനെന്ന മടിയുള്ളവരാകരുത്. കയ്യിൽ ചിലപ്പോൾ അല്പം അഴുക്ക് പറ്റിയെന്നിരിക്കും, ചിലപ്പോൾ വേസ്റ്റ് കൊണ്ടിക്കളയേണ്ട വരും, ചിലപ്പോൾ ടോയ്ലറ്റ് കഴുകേണ്ടി വരാം. ഏതിലും വിശ്വസ്തരായിരിക്കുക. കാരണം അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിന് വിചാരകനാക്കും. ഇതൊരു സത്യമാണ്, വചനമാണത്. ഇതാരാണ് വനിതാ രത്നമെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അത് കേൾക്കണമെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ അവിടെയുണ്ട്. കർത്താവിന് സ്തോത്രം. ദെബോര എന്ന വനിതാ രത്നം. അങ്ങനെ ഞാൻ പറയട്ടെ, ഇസ്രായേലിനെ ശത്രു സൈന്യത്തിൽ നിന്ന് വിടുവിച്ച് ഇസ്രായേൽ ജനത്തിന് വലിയൊരു ജയം നേടിക്കൊടുക്കുവാൻ ദൈവം തൻ്റെ കരങ്ങൾ ഉപയോഗിച്ച പ്രിയപ്പെട്ട സഹോദരി. അതേ, സഹോദരിമാർക്ക് ശുശ്രൂഷയുണ്ട് കേട്ടോ. സഹോദരിമാരിറങ്ങിയാലും വിജയം കിട്ടും കേട്ടോ. സഹോദരിമാരിറങ്ങിയാലും ആത്മാക്കൾ കിട്ടും കേട്ടോ. നിങ്ങളാരും മാറി നിൽക്കരുത്. ഞങ്ങളുടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ എൻ്റെ ഭാര്യ ഉൾപ്പെടെ അനേകം സഹോദരിമാർ ശുശ്രൂഷയിൽ അവർ മുന്നോട്ട് വരുന്നു. ഞങ്ങളുടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ സഹോദരിമാരുടെ വിഭാഗത്തിൻ്റെ പേര് റേഡിയൻ വിമൻ എന്നാണ്. റേഡിയൻ വിമൻ. അവരെ ദിവസം 3 നേരം ചുരുങ്ങിയത് 15 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കും. അവരൊരുമിച്ച് ഫോണിലൂടെ, ഗ്രൂപ്പ് കോളിലൂടെ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. അവരിൽ പലരും സാക്ഷ്യം പറയും, അവരിൽ പലരും വചനശുശ്രൂഷകൾ ചെയ്യും. കർത്താവിന് സ്തോത്രം. അവർ ഒത്തുചേർന്ന് മറ്റ് സഹോദരന്മാരും ചേർന്ന് ഞങ്ങളുടെ പ്രാർത്ഥന യോഗത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡുണ്ടാക്കും. ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും, ഒരുമിച്ച് ആരാധിക്കും, ഒരുമിച്ച് വചനം പങ്കിടും, ഒരുമിച്ച് കർത്തൃമേശ പങ്കിടും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് ഉണ്ടാക്കും. അതല്ലേ ഒരു നല്ല കൂട്ടായ്മ? ചിലർ വലിയവർ, ചിലർ ചെറിയവർ, അങ്ങനെയൊന്നുമില്ല പ്രിയരെ. ദൈവത്തിന് എല്ലാവരും മക്കളാണ്. മക്കൾ, ഒരപ്പൻ്റെ മക്കൾക്ക് മൂത്തവനെന്നോ എളിയവനെന്നോ നടുവനെന്നോ വ്യത്യാസമുണ്ടോ? ഇതുപോലെയാണ് ദൈവത്തിന്. നാം ആ അപ്പൻ്റെ ഭവനത്തിൽ നാം വിശ്വസ്തരായിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ദെബോരയ്ക്ക് നേരിടേണ്ടി വന്ന എതിർപ്പ് ചെറുതായിരുന്നില്ല, യുദ്ധം ചെറുതായിരുന്നില്ല. നമുക്ക് വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. യേഹൂദ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവൻ്റെ സേനാപതി
ഹാരോശയത്തിൽ പാർത്തിരുന്ന സീസരയായിരുന്നു. അവന് 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ ദൈവം ഒരാളെ സെലക്ട് ചെയ്തു. കാലാകാലങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് അനേകരെ എഴുന്നേൽപ്പിക്കും. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണത്. ഹെവൻലി അപ്പോയിൻമെൻ്റ് ആണത്, ഡിവൈൻ അപ്പോയിൻമെൻ്റ് ആണത്. ഇങ്ങനെ ഇദ്ദേഹമാണ് നേതാവ്, ഇദ്ദേഹമേ ഉള്ളോ നേതാവ് എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം കാലാകാലങ്ങളിൽ ദൈവജനത്തെ സത്യത്തിൽ നടത്തുവാൻ, ഒരു കൂട്ടം ജനത്തെ നടത്തുവാൻ ദൈവം ചിലരെല്ലാം ഒരുക്കി നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരും. ആ നേതൃത്വത്തെ നാം ചോദ്യം ചെയ്യരുത്. നേതാവ് ഒരു കാര്യം ഓർത്തോളണം, ഞാൻ നേതാവാണെന്നും ചിന്തിക്കരുത്. കൂടെയുള്ള ദൈവജനം നീ ആരാണ് നേതാവ്, നീയാണോ നേതാവെന്ന് ചിന്തിക്കരുത്. അതുപോലെ നേതാവായിരിക്കുന്ന മനുഷ്യൻ ഞാനൊരു നേതാവാണെന്ന് ചിന്തിക്കരുത്. കാരണം നേതാവ് ഒരുവനേ ഉള്ളൂ, ഗുരു ഒരുവനേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ആ ശ്രേഷ്ഠ ഗുരുവായ യേശുവിനെ ഓർത്തുകൊള്ളണം. പോകട്ടെ, ആ കാലത്ത് ലിപ്പിദോത്തിൻ്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. അവൾ തൻ്റെ കൂടെ ബാരാക്ക് എന്ന ഒരു സൈന്യാധിപനെയും കൂട്ടി വലിയൊരു യുദ്ധത്തിന് പുറപ്പെട്ടു. അവൾ സീസരെയും തൻ്റെ കൂടെയുള്ളതായ ആ വലിയ സൈന്യത്തെയും കനാന്യ രാജാവായ യാബീൻ്റെ സൈന്യത്തെയും തോൽപ്പിച്ചു വലിയൊരു ജയം നേടി. വലിയൊരു ജയമായിരുന്നു. ഒരു സ്ത്രീ ലീഡ് ചെയ്ത് ഇസ്രായേൽ വലിയൊരു ജയം നേടിയ ചരിത്രം വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയില്ല. ഏതാനും സ്ത്രീകൾ ഉണ്ട് താനും. എന്നാൽ ജീവന ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ പ്രിയ സഹോദരിൽ നിന്നുകൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ഇന്നും നടക്കും. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഒന്ന് ചെയ്യാം, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാം. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ചിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനാ യോഗത്തിന് വരുന്ന സഹോദരിമാരെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാം. അവരും ദൈവവേല ചെയ്യട്ടെ, അവർക്കും അവസരങ്ങൾ കൊടുക്കുക, അവർക്കും വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. അവർ ഉയർന്നു വരും, അവരും വളർന്നു വരും. ഒരുപക്ഷെ പുരുഷന്മാരായി നമ്മളിലൂടെ നടക്കാത്ത ചില വേലകൾ അവരിലൂടെ നടക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു, അടുത്ത കാലഘട്ടത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇപ്പോൾ വരെ നടന്ന അനേകം ഉണർവുകൾ, അസൂസ സ്ട്രീറ്റിലുണ്ടായ ഉണർവ് ഉൾപ്പെടെ അനേകം ഉണർവുകൾ നടന്നതിൻ്റെ പിന്നിൽ അനേകം സഹോദരന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണെന്ന് ഞാൻ വായിക്കാനിടയായി. നിങ്ങൾക്കും വായിക്കാം. അതുകൊണ്ട് സഹോദരിമാർക്ക് ശുശ്രൂഷയില്ല എന്നും പറഞ്ഞ് അവരെ മൂലയ്ക്ക് ഒതുക്കരുത്, അവരെ ചവിട്ടിത്താഴ്ത്തരുത്, അവരെ സൈഡ് ട്രാക്ക് ചെയ്യരുത്. അവരെയും പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. കർത്താവിൻ്റെ ഇഷ്ടമാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തു പറയുന്നു? ദൈവത്തിന് പ്രവർത്തിക്കാൻ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. ദബോരയിലൂടെ അസാധ്യമായ ഒരു കാര്യം ദൈവം സാധിപ്പിച്ചു. 20 വർഷം ഇസ്രായേലിനെ അടക്കിവാണ് സീസരെയും അവൻ്റെ യജമാനായ കനാന്യ രാജാവായ യാബീനെയും തോൽപ്പിച്ച് വലിയൊരു ജയം നേടി ഇസ്രായേലിനും ജീവള ദൈവത്തിനും വിജയം നേടിക്കൊടുക്കുവാൻ ഈ ദബോര എന്ന സ്ത്രീയെ കരങ്ങൾ ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ബലഹീനരെ കൊണ്ട് ബലവത്തായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ, ബലഹീനരെ കൊണ്ട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ദൈവത്തിന് കഴിയും. മറക്കല്ലേ, ബലഹീനത അത് ദൈവസന്നിധിയിൽ ഒരു കുറവായി കാണാതെ ബലഹീനതയിൽ ശക്തിപ്പെടുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് വന്നാൽ ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതിനിടയാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഞങ്ങൾ കൂടെ ജനത്തോട് അറിയിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ഏതാനും പേര് പ്രാർത്ഥിച്ചാൽ മാത്രമല്ല ദൈവം കേൾക്കും. നിങ്ങളും പ്രാർത്ഥിക്കൂ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അങ്ങനെ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാനും അത് വളർത്തുവാനും ഈ പ്രാർത്ഥനകളും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് ഉപയോഗമായി തീരും. അതിനിടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.